KSRTC ബസ്സിനെ കുറിച്ച് നമ്മളെപ്പോഴും പറയും, ബസ് കട്ടപ്പുറത്താണ്, ടയറില്ല, എന്താണ് തള്ളി സ്റ്റാർട്ടാക്കണം, പിന്നീട് ഗവിക്ക് പോയ ബസ് അവിടെ ബ്രേക്ക് ഡൗൺ ആയി കിടന്നു എന്നൊക്കെ KSRTC ബസ്സിനെ കുറിച്ച് വാതോരാതെ പരാതി പറയുന്നവരാണ് നമ്മളെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും പറയും, അതുപോലെ പോലീസുകാരും പറയും KSRTC ബസ്സിന് പ്രശ്നമാണെന്ന്. എന്നാൽ പാവപ്പെട്ട ഈ പോലീസുകാർ അനുഭവിക്കുന്ന ദുരിതമോ? പോലീസ് ജീപ്പ് മെനയുള്ള കുറേ പോലീസ് ജീപ്പ് ഇറക്കുന്നുണ്ട്, പുതിയ വാഹനങ്ങളൊക്കെ ഇറക്കുന്നുണ്ട്, നവീകരണമൊക്കെ കടലാസിൽ വരുന്നുണ്ട്, ചില നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുമുണ്ട്. ലാത്തി മുതൽ തൊപ്പി വരെയുള്ള എല്ലാ കാര്യങ്ങളിലും പോലീസ് നവീകരണം അടിക്കടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ട് കഴിഞ്ഞാൽ സെപ്റ്റിക്കാകും, കൈ മുറിഞ്ഞു പോകും, ദ്രവിച്ച് നാമാവശേഷമായിരിക്കും, ടയറുകളൊക്കെ മൊട്ടയായിരിക്കും. ഇതാണ് നമ്മുടെ ഒരു സാധാരണ ശരാശരി പോലീസ് സ്റ്റേഷനിലെ SIമാർ ഉപയോഗിക്കുന്ന വാഹനത്തിൻ്റെ ഒരു ദുരവസ്ഥ. ടയറ് മൊട്ടയാണ്, ബോഡി തുരുമ്പിച്ചതാണ്, മിറർ ഉണ്ടല്ലോ അതൊക്കെ പലതിലും കാണുകയില്ല, ഹെഡ്ലൈറ്റ് തെളിഞ്ഞാൽ തെളിഞ്ഞു, ഇല്ലെങ്കിൽ ഇല്ല, ആക്സിലേറ്റർ കൊടുത്താൽ ഓടിയാൽ ഓടി, ചവിട്ടിയാൽ നിന്നാൽ നിന്നു, ഇതൊക്കെയാണ് അവസ്ഥ. പിന്നെ ഈ വണ്ടികൾ വർക്ക്ഷോപ്പിൽ കൊണ്ടിടുമല്ലോ, പാവം വർക്ക്ഷോപ്പുകാർ അയ്യോ പോലീസ് ജീപ്പല്ലേ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് വണ്ടി ഓടാൻ കണ്ടീഷനാക്കി കൊടുക്കും. എന്നിട്ട് വർക്ക്ഷോപ്പുകാരൻ കാത്തിരിക്കും, ഇപ്പം തരും, എവിടെ പൈസ? അതും കിട്ടാറില്ല. അതുകൊണ്ട് വർക്ക്ഷോപ്പുകാർ പോലീസ് ജീപ്പ് കണ്ടാൽ പറയും അയ്യോ ഇന്ന് പണിക്കാരില്ല എന്ന് പറഞ്ഞ് പോലീസുകാരെ തിരിച്ചയക്കുന്ന സംഭവങ്ങളുണ്ട്. വർക്ക്ഷോപ്പിൽ മാത്രമല്ല, ഡീസൽ അടിച്ചിട്ട് പൈസ കൊടുക്കാത്ത സംഭവങ്ങളും പലതുണ്ട് എന്നാണ് കേട്ടുകേൾവി. ഏതായാലും പോലീസ് നവീകരണം ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി ഈ ദൃശ്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ പോലീസുകാർക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ചുമ്മാ ഹെഡ് ക്വാർട്ടേഴ്സിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര സ്റ്റാറുകളുടെ എണ്ണവും അല്ലെങ്കിൽ പദവിയും കൂടിയ ആളുകൾക്ക് ഓടിച്ച് കളിക്കാൻ വേണ്ടി കുറേ പുതിയ വാഹനങ്ങൾ ഇറക്കിയിട്ട് കാര്യമില്ല, പുതിയ വാഹനങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലെ ദുരിതം അനുഭവിക്കുന്ന സ്റ്റേഷൻ, ക്രൈം കൂടുതൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സ്ഥലം, കൂടുതൽ ഏരിയ കവർ ചെയ്യേണ്ട സ്ഥലം, മലമേടുകൾ, അതുപോലെ വാഹനം എത്തിപ്പറ്റാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ പോലും ജീപ്പുകൾ കടന്നു ചെല്ലും. അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെയുള്ള ഈ ജീപ്പുകൾ ഈ ദ്രവിച്ച് കണ്ടം ചെയ്യാറായ വണ്ടികൾ മാറ്റി പുതിയ വണ്ടി കൊടുക്കാൻ ആഭ്യന്തര വകുപ്പ് ഒന്ന് കനിയണം.